നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ വൻ അശ്രദ്ധ. നവജാത ശിശുവിന്റെ വിരൽ മുറിഞ്ഞുപോയി. കുത്തിവയ്പ്പെടുക്കാൻ കൊണ്ടുപോയ കുഞ്ഞിന്റെ വിരൽ അറ്റതിൽ ദുരൂഹത. സംഭവം മലങ്കര ആശുപത്രിയിൽ. അധികൃതരുടെ വിശദീകരണം തൃപ്തികരമല്ലെന്ന് രക്ഷിതാക്കൾ. കുന്നംകുളം പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. ജപ്തിയെ തുടർന്ന് പെരുവഴിയിലായ കുടുംബത്തെ പൂട്ടുപൊളിച്ച് അകത്ത് കയറ്റി DYFI. ജപ്തിയുടെ പേരിൽ കുടിയിറക്ക് പാടില്ലെന്ന മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം ബാങ്ക് മുഖവിലക്കെടുത്തില്ല. 2018 ആരംഭിച്ച വാണിയംകുളം കോതകുറിശി റോഡ് നവീകരണം ഇനിയും പൂർത്തിയായിട്ടില്ല. റൂട്ടിൽ ദുരിതയാത്ര. അരങ്ങനടിയിൽ റോഡ് ഉപരോധിച്ച് മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രതിഷേധം. മാത്തൂരിൽ മരുമകളെ വെട്ടിപ്പരിക്കേൽപ്പിച്ച് ഭർത്തൃപിതാവ് വിഷം കഴിച്ചു മരിച്ചു. പരിക്കേറ്റ മരുമകൾ ചികിത്സയിൽ. പൈങ്കുളത്ത് പാതിരാത്രി വീട്ടിൽ അതിക്രമിച്ചു കയറിയ യുവാവ് ദമ്പതികളെ ക്രൂരമായി മർദ്ദിച്ചെന്ന് പരാതി. കല്ലേക്കാട് വ്യാസവിദ്യാപീഠം ഹോസ്റ്റലിൽ ഒറ്റപ്പാലം വരോട് സ്വദേശിനിയായ +1 വിദ്യാർത്ഥിനി തൂങ്ങി മരിച്ച നിലയിൽ. ഷൊർണൂർ നഗരസഭയിൽ പുതിയ ഭരണസമിതിയുടെ പ്രഥമ കൗൺസിൽ യോഗം ശനിയാഴ്ച. 29 അജണ്ടകൾ പരിഗണിക്കും. തെരുവുനായ്ക്കളുടെ പുനരധിവാസത്തിനായി ഷെൽട്ടർ ഹോം നിർമ്മിക്കുന്നതുൾപ്പെടെ വിവിധ വിഷയങ്ങൾ ചർച്ചയാകും. പരുത്തിപ്രയിൽ നഗരസഭയൊരുക്കുന്ന ഫ്ളാറ്റ് സമുച്ചയ നിർമ്മാണം പുരോഗമിക്കുന്നു. 3 നിലകളിലായി 15 വീടുകൾ ഒരുക്കും. ഗ്രൗണ്ട് ഫ്ലോറിൽ 5 വീടുകളുടെ നിർമ്മാണം മാർച്ച് 31-നകം പൂർത്തിയാക്കാൻ പരിശ്രമം. വാർത്തകൾ വിശദമായി. കുന്നംകുളത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സാ പിഴവ്. നവജാത ശിശുവിന്റെ വിരൽ പാതി മുറിഞ്ഞുപോയി. കുന്നംകുളം മലങ്കര ആശുപത്രിയിലാണ് സംഭവം. പന്നിത്തടം സ്വദേശികളായ ജിത്തു ജിഷ്മ ദമ്പതികളുടെ പെൺകുഞ്ഞിന്റെ വലതുകൈയിലെ തള്ളവിരലാണ് അറ്റുപോയത്. പിഴവ് സംഭവിച്ചത് 5 ദിവസം മാത്രം പ്രായമുള്ള പിഞ്ചു കുഞ്ഞിന്റെ വിരലാണ് നഷ്ടപ്പെട്ടത്. ഇക്കഴിഞ്ഞ 13-ന് പ്രസവത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ജിഷ്മ 16-നാണ് പെൺകുഞ്ഞിന് ജന്മം നൽകിയത്. ഇന്നലെ പുലർച്ചെ 5 മണിയോടെ കുഞ്ഞിന് ഇഞ്ചക്ഷൻ നൽകണമെന്ന് പറഞ്ഞ നഴ്സുമാർ NICUവിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. തുടർന്ന് 7 മണിയായിട്ടും കുഞ്ഞിനെ തിരിച്ചു നൽകാതിരുന്നതോടെ ജിഷ്മ NICUവിലെത്തിയപ്പോഴാണ് കുഞ്ഞിന്റെ വലതുകൈയിലെ തള്ളവിരൽ നഖത്തിന് കീഴെ പൂർണ്ണമായും അറ്റുപോയ നിലയിൽ കണ്ടത്. പ്ലാസ്റ്റർ വെട്ടിയപ്പോൾ അറിയാതെ വിരൽ അറ്റുപോയതാണെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. അതേസമയം കുത്തിവയ്പ്പെടുക്കാൻ കൊണ്ടുപോയ കുഞ്ഞിന്റെ വിരൽ മുറിഞ്ഞത് ദുരൂഹമാണെന്നും എങ്ങനെയാണ് സംഭവിച്ചതെന്ന വ്യക്തമായ വിവരം തങ്ങൾക്ക് ലഭിക്കണമെന്നും മാതാപിതാക്കൾ ആവശ്യപ്പെട്ടു. അതിന് ആ സമയത്ത് അവിടുത്തെ ഈ ഹോസ്പിറ്റലിലെ മാനേജർ സംഭവ സ്ഥലത്ത് വന്നിട്ടുണ്ടായിരുന്നു. ആള് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആള് ഞങ്ങളോടും പറയുന്നുണ്ട്, ശരി അവര് കൺസെന്റ് തന്നില്ലേ, നിങ്ങൾ ഡോക്ടറെ അടുത്ത് പറഞ്ഞു. അനസ്തേഷ്യ ഡോക്ടർ അല്ല, പ്ലാസ്റ്റിക് സർജറി ഡോക്ടർ സംഭവ സ്ഥലത്ത് വന്നപ്പോൾ പറഞ്ഞു അവര് സൈൻ ചെയ്ത് തന്നില്ലേ. ആളുടെ ഒരു കൺസെന്റ് അതിൽ എഴുതി തന്നു, അതിൽ ഒപ്പിട്ട് കൊടുത്തു. എന്നിട്ട് പോലും അത് ചെയ്യുക എന്ന് മാനേജർ ഡോക്ടറെ അടുത്ത് പറഞ്ഞിട്ട് പോലും ഡോക്ടർ തയ്യാറായില്ല. ഡോക്ടർ പറഞ്ഞു ഞാൻ ചെയ്യില്ല, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് വേറെ എവിടെന്നെങ്കിലും ഡോക്ടറെ കൊണ്ടൊന്നും ചെയ്തു, ഞാൻ ചെയ്യില്ല എന്ന് ഡോക്ടർ ഞങ്ങളോട് മുഖത്ത് നോക്കി പറഞ്ഞു. ആ കുട്ടിയുടെ ജീവൻ വെച്ചിട്ടാണ് കുട്ടിക്ക് എന്താ സംഭവിക്കുന്നത്. മേബി കുട്ടി കരഞ്ഞ് ശ്വാസം കിട്ടാണ്ട് എന്തെങ്കിലും ആയിക്കഴിഞ്ഞ് ഞങ്ങൾക്ക് അറിയാൻ പറ്റില്ല. കുട്ടി ഉറങ്ങിക്കൊണ്ടിരിക്കുക എന്നുള്ള രീതിക്ക് ഞങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. ഞങ്ങളുടെ കയ്യിൽ കുട്ടീനെ തന്നിട്ടില്ല, കുട്ടീനെ അവർ തന്നെ വെച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം അയാൾ പറയാണ് അവരുടെ സൈഡിൽ നിന്ന് ഒരു കൺസെന്റ് എഴുതിയിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഇതിലും കൂടി നിങ്ങൾ സൈൻ ചെയ്യണം എന്നുള്ള അവർ പറഞ്ഞു. അതിലും നമ്മൾ സൈൻ ചെയ്ത് കൊടുത്തു. പിന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എക്സ്ട്രാ ഉണ്ടെങ്കിൽ നിങ്ങൾ വേറെ പേപ്പറിൽ എഴുതി തന്നു, ഞങ്ങൾ അത് സൈൻ ചെയ്ത് തരാമെന്ന് അയാൾ പറഞ്ഞു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവർക്ക് ചോദിക്കുകയാണ് ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതോ ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് കിട്ടിയില്ല. മാനേജറാണ് നമ്മളടുത്ത് പറയുന്നത് ഡ്യൂട്ടി ഡോക്ടർ, അതായത് അന്ന് രാത്രി അവിടെ ഡ്യൂട്ടി ഡോക്ടർ ഉണ്ടായിരുന്ന അനുഷ എന്നുള്ളൊരു നേഴ്സാണ്. നേഴ്സിൻ്റെ കയ്യിൽ നിന്നാണ് ഒരു സംഭവം നടന്നത്. അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് നമുക്കറിയില്ല. കാരണം ഇഞ്ചക്ഷൻ കുത്തുന്നത് നമ്മുടെ ഈ തണ്ടയിലാണ് കുട്ടിയുടെ നീഡിൽ വെച്ചേക്കുന്നത്. ഈ നീഡിൽ ഇവിടെയാണ് ഇഞ്ചക്ഷൻ. അത് തലേ ദിവസം വരെ കുട്ടിക്കുള്ള എല്ലാ ഇഞ്ചക്ഷൻസും ഇവിടെ വന്നിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഇഞ്ചക്ഷന് വേണ്ടിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോഴും കുട്ടിക്ക് ഇഞ്ചക്ഷൻ ചെയ്യേണ്ടത് ഇവിടെയാണ്. ഇവിടെ ചെയ്യേണ്ട ഇഞ്ചക്ഷന് എങ്ങനെയാണ് ഇത്രയും ഭാഗം കുട്ടിയുടെ കട്ടാവുന്നത്? അതായത് കുട്ടിക്ക് ഒരു തരത്തിലുള്ള ഡിസ്ചാർജ് കാര്യങ്ങളോ ഒന്നും തന്നിട്ടില്ല. ഡിസ്ചാർജ് തരുന്നത് ഡോക്ടർ റൂമിൽ വന്നതിന് ശേഷം ഡിസ്ചാർജ് ചെയ്ത് തന്ന് ഒപ്പിട്ട് തന്നതിന് ശേഷമാണ് ഈ പ്ലാസ്റ്റർ വെട്ടിയെടുക്കുക. ആ നേഴ്സ് എന്തിനാണ് ആ സമയത്ത് ഇത് പ്ലാസ്റ്റർ വെട്ടാൻ നിന്നതെന്ന് നമുക്കറിയില്ല. അപ്പൊ അവർ പറഞ്ഞ സംഭവം സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ് സംഭവിച്ചത്. സംഭവത്തിൽ കുന്നംകുളം പോലീസിൽ നൽകിയ പരാതിയെ തുടർന്ന് FIR രജിസ്റ്റർ ചെയ്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ജപ്തിയെ തുടർന്ന് പെരുവഴിയിലായ കുടുംബത്തെ പൂട്ടുപൊളിച്ച് അകത്ത് കയറ്റി DYFI. പാലക്കാട് മുടപ്പല്ലൂർ കള്ളിത്തോട് വീട്ടിൽ സ്വാമിനാഥനും കുടുംബവുമാണ് ജപ്തിയെ തുടർന്ന് പെരുവഴിയിലായത്.
ജപ്തിയുടെ പേരിൽ കുടിയിറക്ക് പാടില്ലെന്ന മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം ബാങ്ക് മുഖവിലക്കെടുത്തില്ല. വീട് വെക്കാനായി പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്ന് സ്വാമിനാഥൻ വായ്പ എടുത്തിരുന്നു. സാമ്പത്തിക പ്രയാസത്തെ തുടർന്ന് വായ്പയുടെ ഏതാനും ഗഡു മുടങ്ങിയതാണ് ബാങ്ക് അധികൃതരെ പ്രകോപിപ്പിച്ചത്. സാമ്പത്തിക പ്രയാസം ബാങ്ക് അധികൃതരെ അറിയിച്ചെങ്കിലും ഇളവ് നൽകിയില്ലെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ജപ്തിയുടെ പേരിൽ കുടിയിറക്ക് പാടില്ലെന്ന മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം ഭൂരിപക്ഷം ധനകാര്യ സ്ഥാപനങ്ങളും പാലിക്കുന്നില്ലെന്ന ആരോപണം നിലനിൽക്കെയാണ് സ്വാമിനാഥന്റെ കുടുംബത്തെ ബാങ്ക് അധികൃതർ വഴിയിലേക്ക് ഇറക്കിവിട്ടത്. കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് ബാങ്ക് ജപ്തി നടപടികൾ പൂർത്തീകരിച്ചത്. കിട്ടാക്കടം വസൂലാക്കാനായി സർഫാസി നിയമം ധനകാര്യ സ്ഥാപനങ്ങൾ വ്യാപകമായി നടപ്പിലാക്കുകയാണ്. ബാങ്ക് അധികൃതരുമായി സംസാരിച്ചിട്ടും ഒത്തുതീർപ്പിലാവാതെ വന്നതിനെ തുടർന്നാണ് പ്രദേശത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ പൂട്ടുപൊളിച്ച് വീട്ടുകാരെ അകത്ത് കയറ്റിയത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വാണിയംകുളം കോതകുറിശി റോഡ് നവീകരണം അനിശ്ചിതമായി നീളുന്നതിനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. അനങ്ങനടി മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയാണ് വഴിതടയൽ സമരം നടത്തിയത്. 2018 പണിയാരംഭിച്ച വാണിയംകുളം കോതകുറിശി റോഡ് ഇനിയും സഞ്ചാരയോഗ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് അനങ്ങനടി യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി വഴിതടയൽ സമരം നടത്തിയത്. KPCC സെക്രട്ടറി C. ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. രണ്ടാം പിണറായി സർക്കാർ അധികാരം വിട്ടൊഴിയുന്ന നാൾ വരെ ഇനി അധികാരം വിട്ടൊഴിയാൻ 1-2 മാസങ്ങൾ മാത്രം മതി. ആ കാലയളവിലായി കഴിഞ്ഞ 5-6 വർഷങ്ങളായി ഈ റോഡിൻ്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി ഗതാഗത യോഗ്യമാക്കാൻ ഒരു ഗവൺമെൻറ്റിന് കഴിയുന്നില്ല എന്ന നാണംകെട്ട നടപടിക്കെതിരായാണ് യൂത്ത് കോൺഗ്രസ് ഈ സമരവുമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. സ്വാഭാവികമായും നാട്ടിലെ ജനങ്ങളുടെ അടിയന്തര ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി അവരുടെ യാത്രാ സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള ന്യായമായ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ ഭാഗമായാണ് ഈ സമരം യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ റോഡിൻ്റെ സ്ഥിതി എല്ലാവരും പറഞ്ഞത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. ഒരു ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് നാട്ടിലെ ജനങ്ങളുടെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. അവരുടെ ക്ഷേമകാര്യങ്ങളിൽ, നാട്ടിലെ വികസന കാര്യങ്ങളിൽ താല്പര്യമെടുക്കുക എന്നുള്ളതാണ് ഏതൊരു ഗവൺമെൻറ്റിൻ്റെയും ഉത്തരവാദിത്തം. അതിനാണ് ഞാനും നിങ്ങളുമൊക്കെ നികുതി കൊടുക്കുന്നത്. നമ്മളിപ്പോൾ ഒരു വാഹനം മേടിച്ചാൽ 15 വർഷത്തേക്കുള്ള നികുതി ഒന്നിച്ചടയ്ക്കേണ്ട ഒരവസ്ഥയാണ്. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സൽമാൻ റൌഫൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് അഷ്റഫ് കാരുകുളം, യൂത്ത് കോൺഗ്രസ് ഷൊർണൂർ നിയോജക മണ്ഡലം സെക്രട്ടറി നവദാസ് പാലഞ്ചേരി, പഞ്ചായത്ത് അംഗം അബു സാലിഹ് TP, രാജു ഗാന്ധിനഗർ, VK മുനീർ, ആഷിഖ് നാലകത്ത്, മുഹമ്മദ് വാപ്പു തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പൈങ്കുളത്ത് പാതിരാത്രിയിൽ വീടിനുള്ളിൽ അതിക്രമിച്ചു കയറിയ അക്രമി ദമ്പതികളെ ക്രൂരമായി മർദ്ദിച്ചു. പൈങ്കുളം അയ്യപ്പനേശ്വൻപടി സ്വദേശി കിളിയപ്പറമ്പിൽ രാധാകൃഷ്ണനും ഭാര്യയ്ക്കുമാണ് മർദ്ദനമേറ്റത്. പൈങ്കുളം സ്വദേശിയായ 35 വയസ്സുള്ള ധർമ്മനാണ് ആക്രമണം നടത്തിയത്. പ്രതി ഒളിവിലാണ്. പ്രതിക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. വീടിനുള്ളിൽ അജ്ഞാതിന്റെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ട രാധാകൃഷ്ണൻ നടത്തിയ പരിശോധനയിലാണ് പൈങ്കുളം സ്വദേശിയായ ധർമ്മൻ എന്നയാളെ വീടിനുള്ളിൽ കണ്ടെത്തിയത്. പ്രതിയെ തടയാൻ ശ്രമിച്ച രാധാകൃഷ്ണനെ അടുക്കളയിൽ വെച്ചും ഹാളിൽ വെച്ചും പ്രതി ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ഭർത്താവിനെ രക്ഷിക്കാനെത്തിയ ഭാര്യയെ പ്രതി തള്ളിമറിച്ചിട്ടു. തുടർന്ന് വീടിനുള്ളിലുണ്ടായിരുന്ന മരത്തിന്റെ പട്ടികവടി കൈക്കലാക്കിയ പ്രതി രാധാകൃഷ്ണന്റെ തലയ്ക്ക് അടിക്കുകയായിരുന്നു. ആക്രമണത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ രാധാകൃഷ്ണൻ ആശുപത്രിയിൽ ചികിത്സ തേടി. സംഭവത്തിൽ രാധാകൃഷ്ണൻ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ധർമ്മനെതിരെ ചെറുതുരുത്തി പോലീസ് കേസെടുത്തു. പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കല്ലേക്കാട് വ്യാസ വിദ്യാപീഠം സ്കൂളിലെ +1 വിദ്യാർത്ഥിനിയെ ഹോസ്റ്റൽ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ഒറ്റപ്പാലം വരോട് സ്വദേശികളായ രാജേഷ് ശ്രീജ ദമ്പതികളുടെ മകൾ 16 വയസ്സുള്ള രുദ്ര രാജേഷിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നിലവിൽ മരണകാരണം വ്യക്തമല്ല. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായി പാലക്കാട് ടൗൺ നോർത്ത് പോലീസ് അറിയിച്ചു. മാത്തൂരിൽ മരുമകളെ വെട്ടിപ്പരിക്കേൽപ്പിച്ച് ഭർത്തൃപിതാവ് വീട്ടിനുള്ളിൽ വിഷം കഴിച്ച് മരിച്ചു. മാത്തൂർ പല്ലഞ്ചാത്തന്നൂർ നടക്കാവ് ശോഭന നിവാസിൽ 76 വയസ്സുള്ള രാധാകൃഷ്ണനാണ് വിഷം കഴിച്ച് മരിച്ചത്. മരുമകൾ അമിതയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വ്യാഴാഴ്ച രാവിലെ മരുമകളുമായി ഉണ്ടായ തർക്കത്തെ തുടർന്ന് മരുമകളെ കത്തിക്കൊണ്ട് കയ്യിൽ മുറിവേൽപ്പിച്ചിരുന്നു. ഇവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതും രാധാകൃഷ്ണൻ വീട്ടിനുള്ളിൽ കയറി വിഷം കഴിച്ചു എന്നാണ് പറയുന്നത്. മകൻ സ്ഥലത്ത് ഇല്ലായിരുന്നു.
രാധാകൃഷ്ണന്റെ ഭാര്യ വീട്ടിൽ ഉണ്ടായിരുന്നെങ്കിലും വിഷം കഴിച്ച വിവരം അറിയില്ലായിരുന്നു. ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിൽ പുതിയ ഭരണസമിതിയുടെ പ്രഥമ കൗൺസിൽ യോഗം 24-ന് ശനിയാഴ്ച നടക്കും. 29 അജണ്ടകളാണ് കൗൺസിലിന്റെ പരിഗണനയ്ക്കായി വരിക. സ്ത്രീ സുരക്ഷാ പദ്ധതിയുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ, തെരുവുനായകൾക്ക് ഷെൽട്ടർ ഹോം സ്ഥാപിക്കുക, വിവിധ വാർഡുകളിൽ സ്ഥാപിച്ച മിനി MCFകൾ മാറ്റി സ്ഥാപിക്കുക തുടങ്ങിയവയാണ് ചർച്ച ചെയ്യുന്നത്. ഷൊർണൂർ മുനിസിപ്പാലിറ്റിയുടെ പുതിയ ഭരണസമിതിയുടെ പ്രഥമ കൗൺസിൽ യോഗമാണ് ഈ വരുന്ന ശനിയാഴ്ച രാവിലെ 11 മണിക്ക് ശേഷം നടക്കുക. വിവിധ വിഷയങ്ങളടങ്ങുന്ന 29 അജണ്ടകളാണ് പ്രഥമ കൗൺസിൽ യോഗത്തിന് മുൻപാകെ ചർച്ചയ്ക്ക് വരിക. സ്ത്രീ സുരക്ഷാ പദ്ധതിയുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ നൽകുന്നത് സംബന്ധിച്ചും മുനിസിപ്പാലിറ്റിയിലെ വിവിധ വാർഡുകളിൽ സ്ഥാപിച്ചിരുന്ന 6 മിനി MCFകൾ മാറ്റി സ്ഥാപിക്കുന്നത് സംബന്ധിച്ചും തെരുവുനായ ശല്യം രൂക്ഷമായതിനാൽ തെരുവുനായ്ക്കൾക്ക് ഷെൽട്ടർ ഹോം സ്ഥാപിക്കുന്നത് സംബന്ധിച്ചും ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾക്ക് UPA ഫണ്ട് അനുവദിക്കുന്നത് സംബന്ധിച്ചും ഉൾപ്പെടെയുള്ള അജണ്ടകളാണ് കൗൺസിൽ യോഗത്തിന് മുൻപാകെ ചർച്ചയ്ക്ക് വരിക. മറ്റു വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട അജണ്ടകളും ചർച്ചയ്ക്ക് വരും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിലെ ലഹരി ഉപയോഗം നിയന്ത്രിക്കുന്നതിനും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിനും വിമുക്തി യോഗം ഗ്രാമപഞ്ചായത്തിൽ ചേർന്നു. യോഗത്തിൽ മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NS വർഗീസ് അധ്യക്ഷത വഹിച്ചു. വടക്കാഞ്ചേരി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ T ഗോപാലകൃഷ്ണ ആചാരി, വടക്കാഞ്ചേരി SI ബദറുദ്ദീൻ, ചെറുതുരുത്തി SI കമറുദ്ദീൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു യോഗം സംഘടിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്തുകളിൽ ആന്റി നർക്കോട്ടിക് സെൽ രൂപീകരിക്കുന്നതിന് തീരുമാനമെടുത്തു. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വാർഡുകളിലും ലഹരി വിരുദ്ധ സ്ക്വാഡ് രൂപീകരിക്കുന്നതിനും സ്ക്വാഡിൽ സ്ഥലത്തെ പ്രധാന വ്യക്തികളെയും രാഷ്ട്രീയ യുവജന സംഘടനയിലെ പ്രതിനിധികളെയും അംഗങ്ങളാക്കാൻ തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പരുത്തിപ്പുറയിൽ ഷൊർണൂർ നഗരസഭ നിർമ്മിക്കുന്ന ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. ആകെ 3 നിലകളിൽ 15 വീടുകളാണ് നിർമ്മിക്കുക. ഇതിൽ താഴത്തെ നിലയിൽ 5 വീടുകളുടെ നിർമ്മാണ പ്രവർത്തനം മാർച്ച് 31-നകം പൂർത്തീകരിക്കാനാണ് നഗരസഭ ലക്ഷ്യമിടുന്നത്. പരുത്തിപ്പുറയിലാണ് ഷൊർണൂർ നഗരസഭ നിർമ്മിക്കുന്ന പുതിയ ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നത്. ലൈഫ് മിഷന്റെ മനസ്സോടിത്തിരി മണ്ണ് എന്ന പദ്ധതിയിലേക്ക് പരുത്തിപ്പുറ ചേത്തലമനയിൽ പ്രൊഫസർ CM നീലകണ്ഠനും ഭാര്യ ഡോക്ടർ KP ശ്രീദേവിയും സൗജന്യമായി വിട്ടു നൽകിയ 25 സെന്റ് സ്ഥലത്താണ് ഫ്ളാറ്റ് സമുച്ചയം നിർമ്മിക്കുന്നത്. EPEP കുടുംബങ്ങൾക്കായുള്ള ഫ്ളാറ്റിൽ 3 നിലകൾ ഉണ്ടായിരിക്കും. ആകെ 15 വീടുകൾ നിർമ്മിക്കും. 50 ലക്ഷത്തിലധികം രൂപ ചിലവ് വരും. കഴിഞ്ഞ ഒക്ടോബറിലാണ് പ്രവൃത്തികൾക്ക് തുടക്കം. ആദ്യഘട്ടത്തിൽ താഴത്തെ നിലയിൽ 5 വീടുകളാണ് നിർമ്മിക്കുക. ഇതിന്റെ നിർമ്മാണ പ്രവൃത്തികളാണ് ഇപ്പോൾ പുരോഗമിച്ചു വരുന്നത്. നിലവിൽ നഗരസഭ വാടക കൊടുത്ത് താമസിപ്പിക്കുന്ന അതിദാരിദ്ര്യ കുടുംബങ്ങളായ 5 കുടുംബങ്ങളെ ഫ്ളാറ്റിലേക്ക് മാറ്റി പാർപ്പിക്കും. ആദ്യഘട്ടം മാർച്ച് 31-നകം പൂർത്തീകരിക്കാനാണ് നഗരസഭ ലക്ഷ്യമിടുന്നത്. പരുത്തിപ്പുറ വാർഡിൽ അർഹരായവർ ഉണ്ടെങ്കിൽ അവർക്ക് മുൻഗണന നൽകണമെന്ന വ്യവസ്ഥയിലായിരുന്നു പ്രൊഫസർ CM നീലകണ്ഠനും ഭാര്യ ഡോക്ടർ KP ശ്രീദേവിയും 25 സെന്റ് സ്ഥലം നഗരസഭയ്ക്ക് വിട്ടു നൽകിയത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലും സംസ്ഥാന ശാസ്ത്രോത്സവത്തിലും 1ാം സ്ഥാനം കരസ്ഥമാക്കിയ സൂര്യ V.R.നെ യൂത്ത് കോൺഗ്രസ് മാങ്കുറിശ്ശി യൂണിറ്റ് ആദരിച്ചു. മാങ്കുറിശ്ശി PK ഇലക്ട്രോണിക്സ് ഉടമ രാജകുമാരൻ അനിത ദമ്പതികളുടെ 2ാമത്തെ മകളാണ് സൂര്യ. തൃശൂരിൽ നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പാലക്കാട് കാണിക്കമാതാ കോൺവെന്റിലെ HSS വിഭാഗം ബാൻഡ് മേളത്തിൽ 1ാം സ്ഥാനവും സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയിൽ അറ്റ്ലസ് മേക്കിംഗിൽ A ഗ്രേഡും കരസ്ഥമാക്കിയതിനാണ് ആദരവ് നൽകിയത്. സൂര്യയുടെ സഹോദരി ആര്യയും മുൻപ് ആദരവുകൾ ഏറ്റുവാങ്ങിയിട്ടുള്ളതാണ്. വാർഡ് മെമ്പർ സന്തോഷ് KC, യൂത്ത് കോൺഗ്രസ് മങ്കര മണ്ഡലം പ്രസിഡന്റ് അഖിൽ, കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് നസറുദ്ദീൻ, ഹംസക്കുട്ടി, വനിതാ കോൺഗ്രസ് പ്രതിനിധി ഫസീല ടീച്ചർ, റുബീന ടീച്ചർ, മുഹ്സീന ടീച്ചർ, KSU പ്രതിനിധികളായ മുഹമ്മദ് റമീസ്, സ്വാലിഖ് മാളിയേക്കൽ എന്നിവർ വീട്ടിൽ ചെന്നാണ് ആദരിച്ചത്. മക്കളുടെ പഠന കലാമികവിൽ രക്ഷിതാക്കളുടെയും കുടുംബത്തിന്റെയും സഹകരണവും ആത്മാർത്ഥതയും ഈ നേട്ടങ്ങളിൽ എടുത്തു പറയേണ്ട ഒന്നാണെന്ന് വാർഡ് മെമ്പർ സന്തോഷ് അഭിപ്രായപ്പെട്ടു. രക്ഷിതാക്കളുടെ മനസ്സിൽ സന്തോഷത്തിന്റെ പൂക്കാലം വിതറുന്നതാവട്ടെ തുടർന്നുള്ള പഠനവും കലയും ഭാവി ജീവിതമെന്ന് ഫസീല ടീച്ചറും ആശംസിച്ചു. പഠന കലാകാര്യങ്ങളിൽ എക്കാലത്തും പ്രസ്ഥാനം കൂടെ ഉണ്ടാകുമെന്നും ഇത്തരം മക്കളും രക്ഷിതാക്കളും നാടിന് മുതൽക്കൂട്ടും മാതൃകയുമാണെന്ന് യൂത്ത് കോൺഗ്രസ് മങ്കര മണ്ഡലം പ്രസിഡന്റ് അഖിലും അഭിപ്രായപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഡൽഹിയിലെ റിപ്പബ്ലിക് ദിന പരേഡിൽ ക്ലാസിക്കൽ നൃത്തം അവതരിപ്പിക്കാൻ ഷൊർണൂരിലെ ഗണേഷ് ഗിരി സ്വദേശിനിയായ കോളേജ് വിദ്യാർത്ഥിനിയും MR സ്നേഹയ്ക്കാണ് അവസരം ലഭിച്ചിരിക്കുന്നത്. ഏറെ അഭിമാനവും സന്തോഷവും ഉണ്ടെന്ന് MR സ്നേഹ STVയോട് പറഞ്ഞു. ചെങ്കോട്ടയിൽ നടനവിസ്മയം തീർക്കാൻ മലയാളത്തിന്റെ നക്ഷത്ര പെരുമ. ജനുവരി 26-ന് ഡൽഹി ചെങ്കോട്ടയിൽ റിപ്പബ്ലിക് ദിന പരേഡിൽ ക്ലാസിക്കൽ നൃത്തം അവതരിപ്പിക്കാൻ ബാംഗ്ലൂർ രേവ യൂണിവേഴ്സിറ്റിയിൽ നിന്നും
തിരഞ്ഞെടുക്കപ്പെട്ടവരിലെ 4 മലയാളികളിലൊന്നാണ് ഷൊർണൂർ ഗണേശഗിരിയിലെ MR സ്നേഹ. ഇപ്പോൾ നൃത്തസംഘത്തോടൊപ്പം ഡൽഹിയിൽ ഭരതനാട്യം പ്രാക്ടീസിലാണ് നർത്തകി. നൃത്തം അവതരിപ്പിക്കാൻ അവസരം ലഭിച്ചതിൽ ഏറെ അഭിമാനവും സന്തോഷവുമുണ്ടെന്ന് സ്നേഹ STV ന്യൂസിനോട് പറഞ്ഞു. ഡൽഹി വെച്ച് 26-ന് ഡൽഹിയിൽ വെച്ച് നടക്കുന്ന റിപ്പബ്ലിക് ഡേ പരേഡിൽ കൾച്ചറൽ പ്രോഗ്രാമിൽ ഭരതനാട്യം പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് വലിയ സന്തോഷമായിട്ട് ഞാൻ കാണുന്നു. ഒരു നേഷൻ പ്രോഗ്രാമിൽ പങ്കെടുക്കുക എന്ന് പറയുന്നതിന് വലിയ ഭാഗ്യമാണ്. അതിൽ വളരെ സന്തോഷമുണ്ട്. അതുപോലെ ദൈവത്തിനോട് തന്നെ ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ ഞാൻ ബാംഗ്ലൂർ രേവ യൂണിവേഴ്സിറ്റിയിൽ ഡിപ്ലോമ ഭരതനാട്യം കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് സെലക്ട് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അതുപോലെ ഡാൻസ്, ഞാൻ ചെറുപ്പം മുതൽ ഡാൻസ് പഠിക്കുന്നുണ്ട്. പിന്നെ 5th മുതൽ +2 വരെ കലോത്സവങ്ങളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. സ്റ്റേറ്റ് കലോത്സവങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ പഠിച്ചു വരുന്നത്, എൻ്റെ വലിയച്ഛൻ ഡാൻസ് മാഷാണ്, പേര് മണികണ്ഠൻ. ആളുടെ കീഴിലാണ് ഞാൻ പഠിച്ചു വന്നിരുന്നത്. പിന്നെ വേറെ മാഷന്മാർക്ക് കലോത്സവത്തിന് വേണ്ടി പഠിച്ചിരുന്നു. നൃത്തം അവതരിപ്പിക്കാൻ അവസരം കിട്ടിയതിൽ കുടുംബവും ഏറെ സന്തോഷത്തിലാണ്. ഗണേശഗിരി ചന്ദ്രാനിവാസിലെ MK രാജൻ, KC സജിത ദമ്പതികളുടെ മകളാണ് സ്നേഹ. പട്ടാമ്പി ഗവൺമെൻറ് സംസ്കൃത കോളേജിലെ BSc ഫിസിക്സ് 3ാം വർഷ വിദ്യാർത്ഥിനിയാണ്. ചെറുപ്പം മുതൽക്കേ ഡാൻസ് അഭ്യസിച്ചു വന്നിരുന്നു. സ്കൂൾ കലോത്സവങ്ങളിലും കോളേജ് സോണുകളിലും മത്സരിച്ചിട്ടുണ്ട്. ന്യൂസ് സെൻ്റർ, ഷൊർണൂർ. കോട്ടായി അപ്പുണ്ണിയേട്ടൻ വായനശാലയുടെ നേതൃത്വത്തിൽ വായനക്കാരായ എഴുത്തുകാരുടെ സൃഷ്ടികൾ ഉൾക്കൊള്ളിച്ചുള്ള മാഗസിൻ അക്ഷരജ്വാല എഴുത്തുകാരൻ മങ്ങാട്ട് കൃഷ്ണപ്രസാദ് പ്രകാശനം ചെയ്തു. വായനശാല സെക്രട്ടറി KA അജീഷ് സ്വാഗതം പറഞ്ഞ യോഗത്തിൽ പ്രസിഡന്റ് R റിൻസി അധ്യക്ഷത വഹിച്ചു. എക്സിക്യൂട്ടീവ് അംഗങ്ങളായ K പത്മാവതി, V ഗിരിജ ടീച്ചർ, റിനിഷ സുഭാഷ്, PK ആതിര, MK വേലായുധൻ, K അർച്ചന ടീച്ചർ, M നാരായണൻകുട്ടി മാസ്റ്റർ, A സെറീന എന്നിവർ സംസാരിച്ചു. മങ്കര കാളികാവ് ഭഗവതി ക്ഷേത്രത്തിൽ 13ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. ബ്രഹ്മശ്രീ ജയേഷ് ശർമ്മയാണ് യജ്ഞാചാര്യൻ. ജനുവരി 21 മുതൽ 28 വരെയാണ് ഭാഗവത സപ്താഹ യജ്ഞം. വൈകിട്ട് ആചാര്യന്മാരെ സ്വീകരിച്ച് വേദിയിലെത്തിച്ചു. തുടർന്ന് ഭദ്രദീപം കൊളുത്തി യജ്ഞം ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് മഹാത്മ്യ പ്രഭാഷണം നടത്തി. നൃത്തനൃത്യങ്ങൾ, മെഗാതിരുവാതിര എന്നിവയുമുണ്ടായി. ന് വെള്ളിയാഴ്ച 6:30 ഓട്ടംതുള്ളൽ, 25 വൈകിട്ട് നാടൻ പാട്ടുകൾ, 26 ബാലെ ദേവി ചണ്ഡിക, 28 മഹാമൃത്യുഞ്ജയൻ ബാലെ എന്നിവയും ഉണ്ടാകും. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഓങ്ങല്ലൂർ താളി ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ ജനുവരി 24 മുതൽ ഉത്സവാഘോഷത്തിന് തുടക്കമാകും. ഉത്സവാഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ഈ മാസം 31 വരെയാണ് ഉത്സവാഘോഷം. ക്ഷേത്രോത്സവത്തിന് ഓങ്ങല്ലൂർ തളി ശ്രീ മഹാഗണപതി ക്ഷേത്രം ഒരുങ്ങി. ജനുവരി 24 മുതൽ ജനുവരി 31 വരെ വിവിധ പരിപാടികളോടുകൂടിയാണ് ക്ഷേത്രോത്സവം. 23 വൈകിട്ട് വിവിധ പൂജകളുടെ തുടക്കം കുറിക്കുന്ന ഉത്സവം 24 വൈകിട്ട് 7:30 കൊടികയറും. തുടർന്ന് കൈകൊട്ടിക്കളി, ഭക്തിഗാനസുധ, സോപാന സംഗീതം എന്നിവ അരങ്ങേറും. 25 വൈകിട്ട് 5 അക്ഷരസ്വാഗസാസ്, കൈകൊട്ടിക്കളി, നൃത്തനൃത്യങ്ങൾ, മോഹിനിയാട്ടം. 26 രാവിലെ 8:30 മുതൽ സംഗീതോത്സവം, പഞ്ചരത്ന കീർത്തനാലാപനം, അഖില കേരള ചിത്രരചനാ മത്സരം. വൈകിട്ട് 6:30 സംഗീത കച്ചേരി. 27 വൈകിട്ട് 6:30 മുതൽ കഥകളി. 28 വൈകിട്ട് നൃത്തസന്ധ്യ, തായമ്പക എന്നിവ അരങ്ങേറും. 29 രാവിലെ 10 മണിക്ക് ഉത്സവബലി. വൈകിട്ട് കൈകൊട്ടിക്കളി, നൃത്തവിസ്മയം, നൃത്തഗോപുരം. 30 വൈകിട്ട് 6:30 മോഹിനിയാട്ടം, കൈകൊട്ടിക്കളി, പള്ളിവേട്ട എന്നിവയും നടക്കും. 31 രാവിലെ 5 മണിക്ക് പള്ളിയുണർത്തൽ. വൈകിട്ട് 5 യാത്രാബലി, ആറാട്ട്, മോഹിനിയാട്ടം എന്നീ കലാവതരണങ്ങളും ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി നടക്കും. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കാലടി പടിഞ്ഞാറേടത്ത് ശങ്കരനുണ്ണി നമ്പൂരിപ്പാന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മാറ്റൊലി. സ്ത്രീ സുരക്ഷാ നിയമങ്ങൾ വ്യാപകമായി ദുരുപയോഗപ്പെടുത്തുന്നത് പതിവായിരിക്കുകയാണെന്ന പരാതി പ്രസക്തമാണ്. പലപ്പോഴും നിരപരാധികളായ പുരുഷന്മാർ ഇരകളാകുന്നു. ഇന്നത്തെ സാഹചര്യത്തിൽ പുരുഷന്മാരുടെ സുരക്ഷയ്ക്കും വനിതാ കമ്മീഷൻ പോലെ ഒരു സംവിധാനം ആവശ്യമാണോ? മാറ്റൊലിയിലേക്ക്. കേരളത്തിലല്ല, ഇന്ത്യയിലും എല്ലാവരുടെയും സ്ത്രീ സുരക്ഷാ നിയമം പ്രാബല്യത്തിലുണ്ട്. പക്ഷേ
സ്ത്രീകൾക്ക് മാത്രം സുരക്ഷ അത് ദുരുപയോഗം ചെയ്തുകൊണ്ട് പുരുഷന്മാരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ കാണുന്നത്. ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ ഒരു പുരുഷ സുരക്ഷാ നിയമം കൂടി, ഒരു പുരുഷ കമ്മീഷൻ നിയമം കൂടി വന്നാൽ വളരെ നന്നായിരിക്കുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എല്ലാവർക്കും സുരക്ഷ ആവശ്യമാണ്, സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാരും ഉണ്ടല്ലോ. അപ്പോൾ സ്ത്രീകൾ അത് ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ കാണുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്ത്രീ സുരക്ഷാ നിയമം നാട്ടിലെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്നു. അത് ഒരു കാരണവശാലും അതിനെപ്പറ്റൊന്നുമല്ല, അത് പോകേണ്ടത് ആവശ്യമില്ല. ഒരു കാലത്ത് ഈ സ്ത്രീകൾ വളരെ കഷ്ടത അനുഭവിച്ചിട്ടും പാവങ്ങളായിട്ടുള്ള സ്ത്രീകൾ ഒരുപാട് ദ്രോഹങ്ങൾ അനുഭവിച്ചിട്ടും നാട്ടിൽ റമാടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിരവധി വർഷങ്ങളുടെ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ടാണ് സ്ത്രീ സുരക്ഷാ നിയമം വന്നത്. അത് വളരെ പ്രാബല്യത്തോടു കൂടി നടക്കുന്നുണ്ട്, അത് ഒരു സംശയമില്ല. അത് എല്ലാവർക്കും വേണ്ടതുമാണ്. പക്ഷേ അതിനൊക്കെ ഇപ്പോൾ കുറച്ച് അടുത്ത കാലങ്ങളിലായിട്ട്, അടുത്ത വർഷങ്ങളായിട്ട് കണ്ടുവരുന്നത് സ്ത്രീ സുരക്ഷ എന്ന് പറയുന്നത് ആവശ്യമുള്ള പോലെ തന്നെ നിരപരാധിയായിട്ടുള്ള പുരുഷന്മാർ, ഞങ്ങളുടെ അറിവിൽ തന്നെ ഒരുപാട് ആളുകൾ നിരപരാധികളാണെന്ന് നാട്ടിലെല്ലാവർക്കും അറിയും, അവർക്കും അറിയും. നാട്ടിൽ ഒരു കുറ്റവും ചെയ്യാത്ത ആളുകളുണ്ട്. എല്ലാം സ്ത്രീ സുരക്ഷാ നിയമത്തിൻ്റെ പേരിൽ കേസെടുത്ത് അറസ്റ്റ് ചെയ്ത് അവർ കേസിൽ നേരിട്ടുകൊണ്ടിരിക്കലും ജയിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അതിന് ഒരു പരിഹാരം നിയമത്തിൽ കൂടെ കണ്ടാലല്ലേ അതിന് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ കഴിയൂ. അതുകൊണ്ട് ആ നിയമത്തിൽ കൂടെ കാണാൻ വേണ്ടിയിട്ട് പുരുഷന്മാർക്ക് യഥാർത്ഥ, ഞാൻ ക്രിമിനലായിട്ടുള്ള ആളുകളിലല്ല പറയുന്നത്, നല്ല കുറ്റം ചെയ്യുന്നത് വളരെ ശതമാനം കുറവിലുണ്ടെങ്കിലും വളരെ നല്ല സ്വഭാവത്തോടു കൂടിയിട്ട് കുട്ടികളും മക്കളും ഭാര്യനും മക്കളാണ്, സ്ത്രീകളാണ്, അമ്മയാണ് എന്ന് വിചാരിക്കുന്നത് 90% ആളുകളുണ്ട്. അതിൽ ചില ആളുകൾ കുറ്റവാളികളായിട്ട് അറിയാതെ അറിഞ്ഞിട്ടും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന് പുരുഷ സുരക്ഷാ നിയമം പറഞ്ഞിട്ടൊരു നിയമം നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല പറഞ്ഞാൽ ഈ നാട് വലിയ ആപത്തിലേക്ക് പോകും. കാരണം ഒരു കാര്യമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായും പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാനും കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ട്. പുരുഷന്മാർക്ക് സംഘടിപ്പിക്കാൻ പറഞ്ഞാൽ അത് മറ്റുള്ളവർ എതിർപ്പ് വരുമോ എന്നുള്ളൊരു പേടി കാരണം നിരപരാധിയായിട്ടുള്ള ആളുകൾ കുടുങ്ങിക്കിടന്നു. അതിനൊരു സംവിധാനം വേണം. ആ സംവിധാനത്തിൽ കൂടെ നമ്മളെല്ലാവരും മുന്നോട്ട് പോയിട്ട് യഥാർത്ഥ ആളുകൾ പെടുവും വേണം, കുറ്റവാളികൾ പെടുവും വേണം. പക്ഷേ മഹാഭൂരിപക്ഷം വരുന്ന ഈ ആളുകൾ രക്ഷപ്പെടാനുള്ള ഒരു മാർഗത്തിന് പുരുഷ സുരക്ഷാ നിയമം വേണമെന്നുള്ളതാണ് ഞങ്ങളെ പോലെയുള്ള ആളുകളുടെ ഈ നിരവധി വർഷങ്ങളായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് ഞങ്ങൾ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുന്നംകുളത്ത് സ്വകാര്യ ആശുപത്രിയിൽ വൻ അശ്രദ്ധ. നവജാത ശിശുവിന്റെ വിരൽ മുറിഞ്ഞുപോയി. കുത്തിവയ്പ് എടുക്കാൻ കൊണ്ടുപോയ കുഞ്ഞിന്റെ വിരൽ അറ്റതിൽ ദുരൂഹത. സംഭവം മലങ്കര ആശുപത്രിയിൽ. അധികൃതരുടെ വിശദീകരണം തൃപ്തികരമല്ലെന്ന് രക്ഷിതാക്കൾ. കുന്നംകുളം പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. ജപ്തിയെ തുടർന്ന് പെരുവഴിയിലായ കുടുംബത്തെ പൂട്ടുപൊളിച്ച് അകത്ത് കയറ്റി ഡിവൈഎഫ്ഐ. ജപ്തിയുടെ പേരിൽ കുടിയിറക്ക് പാടില്ലെന്ന മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം ബാങ്ക് മുഖവിലക്കെടുത്തില്ല. 2018 ആരംഭിച്ച വാണിയംകുളം കോതകുറിശി റോഡ് നവീകരണം ഇനിയും പൂർത്തിയായിട്ടില്ല. റൂട്ടിൽ ദുരിതയാത്ര. അരങ്ങനടിയിൽ റോഡ് ഉപരോധിച്ച് മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രതിഷേധം. മാത്തൂരിൽ മരുമകളെ വെട്ടിപ്പരിക്കേൽപ്പിച്ച് ഭർത്തൃപിതാവ് വിഷം കഴിച്ചു മരിച്ചു. പരിക്കേറ്റ മരുമകൾ ചികിത്സയിൽ. പൈങ്കുളത്ത് പാതിരാത്രി വീട്ടിൽ അതിക്രമിച്ചു കയറിയ യുവാവ് ദമ്പതികളെ ക്രൂരമായി മർദ്ദിച്ചെന്ന് പരാതി. കല്ലേക്കാട് വ്യാസവിദ്യാപീഠം ഹോസ്റ്റലിൽ ഒറ്റപ്പാലം വരോട് സ്വദേശിനിയായ +1 വിദ്യാർത്ഥിനി തൂങ്ങി മരിച്ച നിലയിൽ. ഷൊർണൂർ നഗരസഭയിൽ പുതിയ ഭരണസമിതിയുടെ പ്രഥമ കൗൺസിൽ യോഗം ശനിയാഴ്ച. 29 അജണ്ടകൾ പരിഗണിക്കും. തെരുവുനായ്ക്കളുടെ പുനരധിവാസത്തിനായി ഷെൽട്ടർ ഹോം നിർമ്മിക്കുന്നതുൾപ്പെടെ വിവിധ വിഷയങ്ങൾ ചർച്ചയാകും. പരുത്തിപ്രയിൽ നഗരസഭയൊരുക്കുന്ന ഫ്ളാറ്റ് സമുച്ചയ നിർമ്മാണം പുരോഗമിക്കുന്നു. 3 നിലകളിലായി 15 വീടുകൾ ഒരുക്കും. ഗ്രൗണ്ട് ഫ്ലോറിൽ 5 വീടുകളുടെ നിർമ്മാണം മാർച്ച് 31-നകം പൂർത്തിയാക്കാൻ പരിശ്രമം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.